പട്ടാളത്തിൽ ആളെ എടുക്കുന്നതിന് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. സ്ഥിരമായി ഇനി ആളെ എടുക്കുന്നില്ല പട്ടാളത്തിൽ. അവിടെ അഗ്നിവീർ എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരെ എടുക്കുകയാണ്. 18 വയസ്സായ ചെറുപ്പക്കാരെ എടുക്കുകയും അവർക്ക് ആയുധ പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഉദ്ദേശം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. പട്ടാളത്തിൽ എടുക്കുന്നു, 5 വർഷമേ സർവീസ് ഉള്ളൂ. 5 വർഷം കഴിഞ്ഞാൽ അതിൽ 25% ആളുകൾക്ക് നരേന്ദ്രമോദി സർക്കാർ ജോലി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം 100 പേരെ എടുത്താൽ 25 പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് സംവരണ നിയമമില്ല, സംവരണ തത്വങ്ങൾ മാറിയിട്ടില്ല, അതിന് റിസർവ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവരെ 5 വർഷം കഴിയുമ്പോൾ ആയുധ പരിശീലനം, പട്ടാളത്തിൻ്റെ ആയുധ പരിശീലനം അടക്കം പരിശീലിപ്പിച്ച് പുറത്തേക്ക് വിടുകയാണ്. 100-ൽ 25 പേർക്ക് ജോലി കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ബാക്കി 75 പേർ എന്നാ പണിക്ക് പോകും? ഇപ്പം നമ്മൾ പട്ടാളത്തിൽ ചേർന്നാൽ എന്താണ്, 20 വർഷം 22 വർഷം സേവനം നടത്തിയതിന് ശേഷം, ഈ രാജ്യത്തെ സേവിച്ചതിന് ശേഷം, ഈ രാജ്യത്തോട് കൂറുള്ളവരായി, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരായി, വിമുക്ത ഭടന്മാരായി വിരമിക്കുന്നവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവരുടെ ജീവിതം ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും എയർഫോഴ്സിലുമായി ഈ രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ് വിമുക്ത ഭടന്മാർ. നാളത്തെ വിമുക്ത ഭടന്മാരാരാ? 5 കൊല്ലം കഴിയുമ്പോൾ പുറത്തിറങ്ങുന്ന രക്തത്തിളപ്പുള്ള 10-24 വയസ്സുള്ള ചെറുപ്പക്കാർ ഇറങ്ങുന്നു. എന്താ പണി? ഒരു പണിയില്ല. എന്താ പണി? വാച്ചർ പണിയുണ്ട്. അതല്ലാതെ എന്താ പണിയുള്ള? ഒരു പണിയില്ല. 25% സംവരണം ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയെന്നറിയില്ല. ഇവിടെ സംസ്ഥാന സർക്കാരിലാണോ കേന്ദ്ര സർക്കാരിലാണോ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. കൊടുക്കുമെന്നാ പറയുന്നത്. ഇവർ പുറത്തിറങ്ങുമ്പോൾ തൊഴിലില്ലാത്ത ഈ ആയുധ പരിശീലനം നേടിയ, തോക്കടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചവരെ RSS ഉപയോഗിക്കില്ല എന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇന്ത്യയിലെ പൗരന്മാർക്ക്? ആരെങ്കിലും ചിന്തിക്കാത്തൊരു കാര്യമാണ്. നോക്കാലോചിച്ച് നോക്കൂ. കറക്റ്റല്ലേ? ഇതിൻ്റെ അപകടം മനസ്സിലാക്കണം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, 10-24 വയസ്സുണ്ട്, ആയുധ പരിശീലനമുണ്ട്, കായിക പരിശീലനമുണ്ട്. ഈ നല്ല ആരോഗ്യമുള്ള ശരീരവും ഈ ആയുധ പരിശീലനത്തിൻ്റെ അറിവും വെച്ചുകൊണ്ട് എന്നാ പണിക്ക് പോകും? വിറക് കൊട്ടാൻ പോവോ? അതോ കുളം കുഴിക്കാൻ പോവോ? അവരെ ഉപയോഗപ്പെടുത്തും. ഇതാണ് നാസികളുടെ ജർമ്മനിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം നാസികൾ ഉപയോഗിച്ച അതേ ഇടമാണ്. നാസി പാർട്ടി രൂപീകരിച്ച ഹിറ്റ്ലറും കൂട്ടരും ആദ്യം ചെയ്ത് ചെറുപ്പക്കാരുടെ ഒരു ആയുധ സംഘടന ഉണ്ടാക്കുകയാണ്. ആ ആയുധ സംഘടന ജൂതന്മാരെ വംശഹത്യ ചെയ്യുന്നതിന് വേണ്ടി ആദ്യം അവരുടെ സ്ഥാപനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ, വീടുകൾ ഇതെല്ലാം ആക്രമിക്കുകയാണ്. ഒടുവിൽ ഈ അക്രമത്തിന്റെ അവസാനം വംശീയത പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ ഈ ഒരു വിഭാഗത്തെ ഔദ്യോഗിക ആർമിയാക്കി മാറ്റുകയാണ്. അവരാണ് പിന്നെ നാസികളുടെ ആർമിയായി മാറുന്നത്. അവരാണ് SS. അവർ വന്നിട്ട് എന്ത് ചെയ്തു? അവരെ ജൂതന്മാരെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി കൊല ചെയ്തു. ജൂതവംശം അവസാനിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരന്മാരെ പിടിച്ചുകൊണ്ട്, അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ജർമ്മൻ പ്രദേശങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും പ്രവർത്തകരെയും അതിക്രൂരമായി വിഷവാതകം കൊടുത്ത് കമ്മ്യൂണിസ്റ്റുകാരെയും ജൂതന്മാരെയും കൊന്ന് ഹിറ്റ്ലർ വംശഹത്യ നടത്തിയെന്ന് മറക്കരുത്. അതിലേക്കല്ലേ ഇന്ത്യ പോകുന്നതെന്ന് ചിന്തിക്കൂ. ആരോഗ്യവും ആയുധ പരിശീലനമുള്ള ഈ ചെറുപ്പക്കാർ സമൂഹത്തിലേക്ക് തൊഴിലില്ലാത്തവരായി ഇറങ്ങിയാൽ ഇവരെ ആരെല്ലാം ഉപയോഗിക്കും? കള്ളക്കടത്തുകാരും കൊള്ളക്കാരും ആക്രമണം നടത്തേണ്ടവരും ഇവരെ ഉപയോഗിക്കില്ലേ? കാരണം അവർക്ക് ജീവിക്കണ്ടേ? മണ്ണ് വാരിച്ചൊന്ന് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. പച്ചില പറിച്ചെന്ന് ജീവിക്കാൻ പറ്റും? പുല്ല് പറിച്ചെന്ന് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവർക്ക് ജീവിക്കണം. അപ്പൊ ജീവിക്കാൻ പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്തരം ആളുകളെ ഈ സമൂഹത്തിൽ ദോഷകരമായി ഉപയോഗിക്കും എന്ന് മനസ്സിലാക്കണം. ഇത് വലിയൊരു ഗൂഢാലോചനയാണ്. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഗൂഢാലോചന. RSSകാർ നിക്കറിട്ട് വടിയുമായി നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. അതിൽ നിന്നും ആയുധം പിടിക്കാൻ അറിയാവുന്ന ചെറുപ്പക്കാരെ കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ഈ പരിഷ്കാരം. ഈ പരിഷ്കാരത്തിന്റെ അപകടം നമ്മൾ അങ്ങനെ ഓരോ പരിഷ്കാരവും. പൗരത്വ നിയമം, ഇന്ത്യയിലെ ഭരണഘടന പറയുന്നുണ്ട്, ഒരു മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജാതിക്ക് വേണ്ടി, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ഒരു നിയമനിർമ്മാണമോ ഒരു സംസ്ഥാന സർക്കാരോ ഒരു കേന്ദ്ര സർക്കാരോ അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാം എന്ന് പറയുന്നു. അപ്പൊ പറയുന്നത് എന്താണ്? ആ ഗൾഫിൽ ഇപ്പൊ BJP-കാരൻ പറയുന്ന ഗൾഫിൽ ആർക്കെങ്കിലും പൗരത്വം കൊടുക്കുമോ? ഗൾഫിൽ ആർക്കും പൗരത്വം കൊടുക്കത്തില്ല. കേരളത്തിലുള്ള പല മലയാളി ചെറുപ്പക്കാരും എനിക്കറിയാവുന്ന കുട്ടികൾ അവിടുത്തെ ഗൾഫിലുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. മുസ്ലിം കുട്ടികൾ തന്നെ. ഈ പയ്യന്മാരെ അവിടെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ്റെ കുഞ്ഞിന് പൗരത്വം ഉണ്ട്, പക്ഷെ അവന് കൊടുക്കില്ല. അവൻ അവിടെ ഉള്ളവർക്കേ കൊടുക്കുള്ളൂ. കാരണം അവിടെ കല്യാണം കഴിച്ചു ഇപ്പോൾ ഒരു പെണ്ണിനെ അവിടെ ചെന്ന് കല്യാണം കഴിച്ചു, അതിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, അവിടെ പൗരത്വം വാങ്ങിച്ച് അവളെ അങ്ങ് മൊഴി ചൊല്ലിയാൽ എന്തോ ചെയ്യും? അതുകൊണ്ട് അവിടെ കൊടുക്കുകയില്ല. അത് അവിടെ തയ്യുമാണ്.